ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ പാവം ദേവജിക്കിട്ട് പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചുറപ്പിച്ച് വരുന്നുണ്ട് മാനസയും ജയമോഹനും അലികയിലേക്ക്. എന്താണ് പറയുന്നതെന്ന് അറിയില്ല ദേവജി. എന്തായാലും ഇത്ര പെട്ടെന്ന് പറഞ്ഞാൽ ശരിയാകില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മാനസ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അഹങ്കാരയും പകയും തലയ്ക്ക് പിടിച്ചിരിക്കുന്ന അവർക്കിപ്പോൾ ഒന്നും തിരിച്ചറിയാനും ആരെയും തിരിച്ചറിയാനും പറ്റാതായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അലികയുടെ നന്മ മാത്രം കരുതി പ്രവർത്തിക്കുന്ന ആ പ്രായമുള്ള വ്യക്തിയെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നത്. ദേവജിയുടെ മുന്നിലേക്ക് കുറേ ഫയൽസ് ഒക്കെ മഹി കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ എടുത്തു നോക്കുകയും ചെയ്യുന്നുണ്ട് ദേവജി. ആ സമയം മഹി ദേവജിയോട് മാനസയുടെയും ജയമോഹന്റെയും കമ്പനിയിലെ ഭരണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് രഹസ്യമായിട്ട്. എല്ലാ സ്റ്റാഫുകളുടെയും ഇടയിൽ മുറുമുറുപ്പുണ്ടെന്നും ഈ നിലയ്ക്കാണ് അച്ഛൻ്റെയും മോളുടെയും പോക്കെങ്കിൽ കമ്പനി അധികകാലം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും മാനസ പിന്നിൽ നിന്നും മഹിന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ജയമോഹനും ഉണ്ട് കൂടെ. അതിനു മുൻപ് മാനസയും ജയമോഹനും കൂടിയിട്ട് സംസാരിക്കുന്നുണ്ട്. കൺമണിയെയും ദേവജിയെയും കുറിച്ചാണ് കേട്ടോ അവർ പറയുന്നത്. ഒരു വിട്ടുവീഴ്ചയും പാടില്ല രണ്ടിനോടൊന്നും. ഇന്നത്തോടെ രണ്ടിൻ്റെയും അഹങ്കാരം അവസാനിപ്പിക്കണമെന്നും പറയുന്നുണ്ട് മാനസ. ആ തീരുമാനത്തിന് പിന്നിൽ എന്താണെന്ന് അറിയില്ല. എന്തായാലും അത് മാനസ ആരോടോ പറയുന്നുണ്ട്. കൺമണിയുടെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട് മാനസ. ഇത് കേൾക്കെ നല്ലതൊന്നും ആയിരിക്കില്ല എന്ന് അറിയാവുന്ന കൺമണി ടെൻഷനാകുന്നുണ്ട്. കൃഷ് ആണെങ്കിൽ എന്തോ ആലോചിച്ചു നിൽക്കുന്നത് കണ്ട് സാഗർ എന്താണ് ആലോചന എന്നൊക്കെ കൃഷിന്റെ അടുത്ത് ചോദിക്കുന്നു.